നാടുകടത്തപ്പെട്ടവർ ജൂദയായിലേക്ക് തിരിച്ചുവന്ന് താമസം തുടങ്ങിയിട്ട് 16 വർഷങ്ങളായി. ഈ കാലഘട്ടത്തിനിടയ്ക്ക് അവരുടെ വീടുകൾ ശരിക്ക് പണി ചെയ്യപ്പെട്ടു. കച്ചവടത്തിലും കൃഷിയിലും അവർ സ്വയം പര്യാപ്തത നേടി. എന്നാൽ പിന്നീടും കാര്യങ്ങൾ പലതും നേടാനുണ്ടായിരുന്നു. സ്നേഹമായി കഴിയാൻ നിവൃത്തിയില്ലാത്ത അയൽക്കാരല്ലേ ഉണ്ടായിരുന്നത്. ജെറുസലത്തെ ശക്തവും ഫലസമൃദ്ധമായ ഒരു സംസ്ഥാനമായി ഉയർത്താൻ പുനരധിവാസം ചെയ്തവരുടെ പ്രയത്നം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. മതം എപ്പോഴും എതിർവശത്തേക്കുള്ളൊരു വലിച്ചിലായിട്ടാണ് അനുഭവപ്പെട്ടത്. സിയോൻ മലയുടെ മുകളിൽ ദേവാലയം പുതുക്കി പണിതത് ബലിയർപ്പണങ്ങൾ പുനരാരംഭിക്കാനുള്ള പ്രയത്നത്തോട് പുനരധിവാസം ചെയ്തവരല്ലാത്തവരായ യഹൂദർക്ക് എതിർപ്പായി. സമറിയക്കാരും പുറംജാതിക്കാരുമായി കല്യാണബന്ധത്തിലേർപ്പെട്ടിട്ടുള്ളവരാണിവർ. മോശയുടെ നിയമം കണിശമായി പാലിക്കപ്പെട്ടേക്കുമോ എന്നുള്ളതാണ് അവരേറ്റവും ഭയപ്പെട്ടത്. നേരെ മറിച്ച് നാടുകടത്തപ്പെട്ടവരായി കഴിഞ്ഞ് തിരിച്ചു വന്നവർക്ക് മതപരമായൊരു നവോത്ഥാന ജീവിതം വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടായിരുന്നു. നിയമത്തോടും മതത്തോടും അവരുടെ അള്ളിപ്പിടുത്തം, തിന്മയിൽ നിന്ന് അകന്നൊഴിഞ്ഞുള്ള ജീവിതം, ഇവയോടൊക്കെ വെറുപ്പായിരുന്നു അധപതിച്ച തങ്ങളുടെ സഹോദരങ്ങൾക്ക്. ഉരസലുകളങ്ങനെ തുടർച്ചയായിട്ടുണ്ടായിക്കൊണ്ടിരുന്നു. ഭക്തരായ യഹൂദർക്ക് നിരാശ കൊണ്ട് മനസ്സിടിഞ്ഞു. നിരുത്സാഹരായതിനാൽ ശ്രമങ്ങൾ തണുത്ത മട്ടായി. സൊറാബിബലും ജോഷായും പോലും തങ്ങളുടെ ദേവാലയം പണിയിൽ അവരെ പ്രേരിപ്പിക്കാതായി. അപ്പോൾ ദൈവം ഇടപെട്ടു. 520 BC ആയിരുന്നു കാലം. ഗവർണർ സൊറാബിബലിനും പ്രധാനാചാര്യനായ ജോഷായ്ക്കും സകല ജനങ്ങൾക്കും ദൈവം തൻ്റെ പ്രവാചകനായ അഗേവൂസ് വഴി ഒരു സന്ദേശം നൽകി. എൻ്റെ ദേവാലയ പുനരുദ്ധാരണം വേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് തലയ്ക്ക് മീതെ മേൽക്കുരയുണ്ട്. ഇനി നിങ്ങൾ ദൈവത്തിന് ഒരിടമുണ്ടാക്കുക. കുന്നിൻ്റെ അരികിൽ പോയി നിങ്ങൾ മരം കൊണ്ടുവരൂ. അഗേവൂസ് വഴി വന്ന ദൈവത്തിൻ്റെ ശബ്ദം സൊറാബിബലിനും ജോഷുവയ്ക്കും സകല ജനങ്ങൾക്കും കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക് അഗേവൂസ് ഒരു കൽപ്പന കൊടുക്കുക മാത്രമല്ല, ദൈവിക പ്രോത്സാഹനത്തിൻ്റെ വാക്കുകളും കൂടി നൽകി. ദൈവം തങ്ങളുടെ പക്ഷത്താണെന്നുള്ള ഉറപ്പും അവർക്ക് കിട്ടി. ഗവർണർ, പുരോഹിതൻ, ജനം എല്ലാവരിലേക്കും ദൈവം ഹൃദയം പകർന്നു. അക്കാലത്തെ വേറൊരു പ്രവാചകനായിരുന്നു സക്കറിയാസ്. അഗേവൂസിനേക്കാൾ ചെറുപ്പമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിനുമുണ്ടായിരുന്നു വ്യത്യാസം. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനെപ്പറ്റി മനസ്സിലാക്കുവാനായിരുന്നു അഗേവൂസിൻ്റെ യത്നം. ഹൃദയപരിവർത്തനം, അതായിരുന്നു സക്കറിയാസിൻ്റെ ലക്ഷ്യം. സത്യവും കരുണയും അതിനോടുള്ള ശരിയായ സമീപനം, ആ വഴിക്ക് തൻ്റെ കേൾവിക്കാരെ നയിക്കുവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം. പുതിയ നിയമത്തിലെ പഠനങ്ങളുടെ പ്രതീക്ഷയായിരുന്നു സക്കറിയാസിന്. മലമേൽ പ്രസംഗത്തിൻ്റെ പ്രതിധ്വനിയുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക്. ക്രിസ്തുവിൻ്റെ തിരുവവതാരം അടുത്തടുത്ത് വരികയാണല്ലോ. അതുകൊണ്ട് പഴയ നിയമത്തിൻ്റെ പഠനങ്ങൾ രക്ഷകൻ്റെ തന്നെ അരൂപിയിലുള്ളതായി തീരുകയാണ്.